പ്രേസ് ദ ലോർഡ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് ആരാധന, ദൈവത്തിന് പുകഴ്ച. പ്രിയപ്പെട്ടവരെ, ഞാൻ മോഹിനി അശോകൻ പൂമരുതിക്കുഴിയിൽ നിന്ന്. ആമേൻ. ഈ ആണ്ടിൻ്റെ 2025 അവസാന ദിവസങ്ങൾ, അവസാന മണിക്കൂറുകൾ, ആമേൻ, കർത്താവിൻ്റെ കൃപയിൽ കഴിഞ്ഞ വർഷങ്ങൾ നമ്മളെ നടത്തിയ, പ്രത്യേകിച്ച് 2025 പലരുടെയും ജീവിതത്തിൽ കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരുന്നു. എൻ്റെ ജീവിതത്തിലും ഒത്തിരി ക്ലേശങ്ങളൊക്കെ ഭാരമേറിയ ഒരു വർഷമായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാം. എന്നാൽ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കരുതുന്ന ദൈവം എന്നെയും കാത്തു പരിപാലിച്ചു. എനിക്കും ആയുസ്സും ആരോഗ്യവും തന്ന് ഈ ആണ്ടിൻ്റെ അവസാനം കാണുവാൻ ദൈവം തമ്പുരാൻ ബലപ്പെടുത്തി ശക്തീകരിച്ചതിനാൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയിൽ ഒരു ഗാനത്തിൻ്റെ 2 വരി പാടുന്നു. എന്നെ നീ സ്നേഹിച്ചപ്പോൾ ഒന്നുമില്ലേകിടുവാൻ, എന്നെ നീ സ്നേഹിച്ചപ്പോൾ ഒന്നുമില്ലേകിടുവാൻ, എന്നെയല്ലാതെയൊന്നും നൽകുവാനില്ല വേറെ, എന്നെയല്ലാതെയൊന്നും നൽകുവാനില്ല വേറെ. ഏകും ഞാനൻ ജീവിതത്തിൻ നാളുകളെല്ലാം എനിക്കു വേണ്ടി മരിച്ചുയർത്ത രക്ഷകനായി. ഏകും ഞാനൻ ജീവിതത്തിൻ നാളുകളെല്ലാം എനിക്കു വേണ്ടി മരിച്ചുയർത്ത രക്ഷകനായി. ഉറ്റവർ മാറിയാലും ഉടയവർ നീങ്ങിയാലും, ഉറ്റവർ മാറിയാലും ഉടയവർ നീങ്ങിയാലും, യേശുവിൻ സ്നേഹമോ മാറില്ലൊരു നാളിലും, യേശുവിൻ സ്നേഹമോ മാറില്ലൊരു നാളിലും. മാറും മാറും മനുജരെല്ലാം മൺമറഞ്ഞിടും, മധുരവാക്കു പറഞ്ഞവരോ മറന്നു പോയിടും. മാറും മാറും മനുജരെല്ലാം മൺമറഞ്ഞിടും, മധുരവാക്കു പറഞ്ഞവരോ മറന്നു പോയിടും. അതെ പ്രിയ സഹോദര സഹോദരി, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് നമ്മളെ സഹായിക്കാം, നമ്മളെ കരുതും, നമുക്ക് വേണ്ടി ചിലവാക്കും. അവരുടെ സമയങ്ങൾ നമ്മളോട് കൂടെ ആയിരിക്കും അവർ. ഇല്ലെങ്കിൽ നമ്മളോട് വാക്ക് പറഞ്ഞവരെ എന്ന് ഒക്കെ നമ്മൾ കരുതി, പലരെയും നമ്മൾ സ്നേഹിച്ച് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അത് അയൽവാസികളാകട്ടെ, ദേശവാസികളാകട്ടെ, സ്നേഹിതരാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, മക്കളാകട്ടെ, മരുമക്കളാകട്ടെ, ആരുമായിക്കോട്ടെ, ഹല്ലേലൂയ. എന്നാൽ പല സാഹചര്യങ്ങളിലും ഈ പാട്ട് പറഞ്ഞതുപോലെ ഉറ്റവരും ഉടയവരും സ്നേഹിതരും ഒക്കെ മാറുമ്പോൾ മാറാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ, മറക്കാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുവിൻ്റെ സ്നേഹമാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഹല്ലേലൂയ. ഈ യേശുവിൻ്റെ സ്നേഹം രുചിച്ചവരാരും അവർ നിരാശരാകില്ല. അവരുടെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും, ഇനി ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ ഏത് പ്രയാസങ്ങൾ വരട്ടെ, അവരെ നിരാശപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യാശയുണ്ട്. അവരുടെ കർത്താവാണ് അവരുടെ പ്രത്യാശ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിലുള്ള ആ സ്നേഹം, ആ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പ്രവചിച്ച് നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് താങ്ങും, നിന്നെ താങ്ങുമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ടെങ്കിൽ അതിൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ. നീതിയുള്ള ഒരു കരമുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ കരമല്ല, അത് നമ്മുടെ സ്നേഹിതരുടെ കരമല്ല, നമ്മുടെ മക്കളുടെ കരമല്ല, നമ്മുടെ കൂട്ടുതുണയുടെ കരമല്ല. നീതിയുള്ളൊരു കരമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുവിൻ്റെ കരമാണ്. ആ കരം നിന്നെയും ആശ്ലേഷിക്കും, നിന്നെയും തഴുകും, നിന്നെയും സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഹല്ലേലൂയ. ഞാൻ ഈ ആണ്ടിൻ്റെ അവസാനം ഞാൻ ഇത് പറയുന്നതിന് കാരണം, ഈ ദേശത്തൊക്കെ, ഹല്ലേലൂയ, എൻ്റെ ദേശങ്ങളിലൊക്കെ ഞാൻ ചുറ്റുപാടും ഓടിക്കുമ്പോൾ കഴിഞ്ഞ 3-4 മാസത്തിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ മദ്യപിക്കരുതെന്ന്. എൻ്റെ ദേശത്തൊരു ഒരു പൊടിയനെന്ന് പറയുന്ന ഒരു ചേട്ടൻ, എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. എല്ലാവർക്കും, അദ്ദേഹം മദ്യപാനിയാണ്. അദ്ദേഹം ഹല്ലേലൂയ ചെറുപ്പത്തിലും ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിച്ചതാണ്. പക്ഷേ പെട്ടെന്നെന്ന് പറഞ്ഞാൽ നല്ല മദ്യപാനിയാണ് അദ്ദേഹം. എന്നാൽ ഈ നാട്ടുകാർക്കൊക്കെ നല്ല സഹായിയായിരുന്നു. പലർക്കും പല സഹായങ്ങളും എൻ്റെ കണ്ണാൽ കണ്ടിട്ടുണ്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. പെട്ടെന്ന്, ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസം അച്ചൻകോവിലിൽ പോയപ്പം
ആമേൻ ആന ചവിട്ടി കൊന്നു എന്ന് കേൾക്കാനിടയായി. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുന്നേ മദ്യമായിട്ട് പോയി ആമേൻ അദ്ദേഹം പോയ വഴിക്ക് കുടിക്കുകയൊക്കെ ചെയ്ത് എങ്ങനോ അദ്ദേഹത്തെ ഈ നാട്ടിൽ പോലും കൊണ്ടുവരാനിടയായില്ല, അത് മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ട യൗവനക്കാരാ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. ഹല്ലേലൂയ. വിഷമമുണ്ട്, വിഷമം. ആമേൻ ഹൃദയത്തിൽ അഗാധമായ വേദനയുണ്ട്. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ആമേനൊക്കെ അടിമയായിട്ട് എത്ര ജീവിതങ്ങളാണ് നടു റോഡിൽ പൊലിഞ്ഞു പോകുന്നത്. വാഹനങ്ങളൊക്കെ എടുത്ത് അവർക്ക് നിയന്ത്രണമില്ലാതെ ആമേൻ നിമിഷ നേരം കൊണ്ട് മക്കൾക്ക് ഹല്ലേലൂയ അപ്പനില്ലാതെ പോകുന്നു. ആമേൻ ഭാര്യയ്ക്ക് ഭർത്താവില്ലാതെ പോകുന്നു. ആമേൻ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങളില്ലാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ആണ്ട് ആരംഭം വരികയാണ്. ഈ ന്യൂ ഇയറിൻ്റെ പേരും പറഞ്ഞ് ഇനി എത്ര കോടി മദ്യങ്ങൾ വിറ്റഴിക്കുമെന്നറിയാവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഓർക്ക്. നിങ്ങളുടെ വിലയേറിയതാ, നിങ്ങളുടെ ജീവിതം വിലയേറിയതാ. ആമേൻ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ആമേൻ മദ്യപാനം ശരിയല്ല സഹോദര, മദ്യപിക്കുന്നത് ശരിയല്ല സഹോദര. ആമേൻ അനർത്ഥങ്ങളും ആപത്തുകളുമേ ഉള്ളൂ. ആമേൻ നന്മയെന്ന് പറയുന്നത് മദ്യപിക്കുന്നവൻ്റെ ജീവിതത്തിലില്ല. അവൻ്റെ കുടുംബം കുട്ടിച്ചോറാകുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ നഷ്ടപ്പെടുത്തി കളയല്ലേ നിങ്ങളുടെ ജീവിതങ്ങൾ. ഹല്ലേലൂയ. യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആമേൻ ഈ ലോകത്തിൻ്റെ മോഹത്തിൽപ്പെട്ട് കിടന്ന ഞങ്ങളെയൊക്കെ കർത്താവ് വേർതിരിച്ചത് ഈ ലോക ഇമ്പത്തിലും ലോക സ്നേഹത്തിലും ഒക്കെ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ സമാധാനമില്ലാത്ത രാത്രികളും ആമേൻ ദിവസങ്ങളും വർഷങ്ങളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ മഹാദൈവത്തെ, ഈ മഹാരാജാവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ആമേൻ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ക്രിസ്മസൊക്കെ എല്ലാവരും ആഘോഷിച്ചല്ലോ പ്രിയപ്പെട്ടവരെ. ഈ 2025 ആണ്ട് തീരാൻ ഇനി ഏകദേശം 48-19 മണിക്കൂറിൽ കൂടുതലില്ല. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഹല്ലേലൂയ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പുതുവർഷം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന് ആമേൻ കാരണമായി തീരട്ടെ. ഈ പുതുവർഷം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ ഹല്ലേലൂയ വിടുതലായി തീരട്ടെ, ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. ലോക ഇമ്പത്തിൽ നിന്നും ലോക സ്നേഹത്തിൽ നിന്നും നിങ്ങളെ ദൈവം തമ്പുരാൻ ഹല്ലേലൂയ വിടുവിക്കട്ടെ. കർത്താവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനെടുക്കില്ല. അതേ, ദൈവത്തെ ആമേൻ സേവിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിന് പ്രൊട്ടക്ഷൻ ചെയ്യുവാൻ സർവശക്തനായ കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു സ്നേഹമാണ്. യേശു അല്ലാതില്ലൊരു രക്ഷകൻ. ആമേൻ സകല ജനത്തെയും സ്നേഹിക്കുന്ന, സകല മാനവരാശിയെയും രക്ഷിക്കുന്ന, സകല മാനവരാശിയുടെയും പാപത്തെ പോക്കിയ, ശാപത്തെ തീർത്ത, രോഗത്തെ മാറ്റുന്ന ഒരുവനുണ്ടെങ്കിൽ കർത്താവായ യേശു കർത്താവാണ്. ആമേൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രം. യേശു മഹാദൈവം, ഈ യേശു രക്ഷകൻ. യേശുവിനെക്കുറിച്ച് വർണ്ണിച്ചാൽ ഹല്ലേലൂയ പ്രിയപ്പെട്ട സഹോദര, എണ്ണി പറഞ്ഞാൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും തീരുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് വരാറായി. യേശുവിനെ ആമേൻ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. ആമേൻ. ദൈവത്തിൻ്റെ വചനം നിവർത്തീകരിക്കുന്നു. കർത്താവിൻ്റെ വരവസന്നമായിരിക്കുന്നു. ആമേൻ. കാഹളം ധ്വനിക്കാറായി. ആമേൻ. പ്രത്യേകാൽ ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട യൗവനക്കാരാ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട യൗവനക്കാരികളെ, ആമേൻ കഴിഞ്ഞ ദിവസം ആമേൻ എൻ്റെ ഹല്ലേലൂയ ചേച്ചിയെ അടുത്തിട്ട് എൻ്റെ ഹല്ലേലൂയ മരുമകൻ്റെ ആമേൻ അപ്പൻ ആമേൻ കടന്നു പോയപ്പോൾ അവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ, സഹോദരന്മാരും സഹോദരിമാരും, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആമേൻ സിഗരറ്റ് വലിച്ച് ആമേൻ വേണ്ടാത്ത കാര്യങ്ങൾ ആമേൻ എയർപോർട്ടിൽ നടക്കുമ്പോൾ, അങ്ങനെ സമൂഹത്തിൻ്റെ മധ്യേ തന്നെ നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയാം. ആമേൻ. ആരും നശിച്ചു പോകരുത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്. യേശു സ്നേഹമാണ്. യേശുവിലേക്ക് വാ, കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം രക്ഷിക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ കരം കൊണ്ട്, കൃപ കൊണ്ട് നിറയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.